ഹായ് ഗേസ്, എല്ലാവർക്കും നമസ്കാരം. ബസലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നെ ഞാനിടുന്ന ഓരോ വീഡിയോയിലും ഓരോ ടിപ്പ് പറയുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങൾക്ക് ഉപകാരമുള്ള യൂസ്ഫുള്ളായിരിക്കുന്ന അറിവുകളാണ് ഞാൻ ഷെയർ ചെയ്യണത്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ വീഡിയോ കാണാതിരുന്നാൽ നിങ്ങൾക്ക് ഇത്തരം അറിവുകളെല്ലാം മിസ്സാവും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ഹെർബൽ സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓൾറെഡി സോപ്പായൊരു സാധനമാണ് വീണ്ടും ഉരുക്കി സോപ്പാക്കണം അല്ലേ. അതായത് മെൽറ്റ് ആൻഡ് പ്യുവർ സോപ്പ് ബേസ് വാങ്ങുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയണത്. ഓൾറെഡി അതൊരു സോപ്പാണ്, അതിൽ ഫ്രാഗ്രൻസും അല്ലെങ്കിൽ ആക്റ്റീവ്സും മാത്രമേ ആഡ് ചെയ്യേണ്ടുള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞൊരു സാധനമാണ്. അപ്പോൾ അത് കേടുവരാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അതിൽ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. പക്ഷേ സോപ്പ് ബേസ് വാങ്ങി ചെയ്യുന്ന ആൾക്കാർക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പരമാവധി കഴിയില്ല. പക്ഷേ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു സോപ്പാണ് ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ, അതായത് ഫംഗസും മറ്റുള്ള അണുബാധയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, സോപ്പ് കേട് വരാതിരിക്കാൻ വേണ്ടി, ഷെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റണ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അതായത് നമ്മൾ ടിനോഗാർഡ് ആഡ് ചെയ്ത് കൊടുക്കാം, അതേപോലെ തന്നെ 1/2 ഗ്രാം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ BHT 1 ഗ്രാം മുതൽ 5 ഗ്രാം വരെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 കിലോയ്ക്കല്ല, 1 കിലോയ്ക്ക് 1 ഗ്രാം. അപ്പോൾ ഇത്തരം അറിവുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.